Hello friends, വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പ്രോൺസ് ബിരിയാണി ആണ് ട്ടോ ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. ഇത് എങ്ങനെ ചെയ്യാമെന്ന് കണ്ടു നോക്കാം. 1/2 കിലോ ചെമ്മീൻ നന്നായിട്ട് ക്ലീൻ ചെയ്ത് ഡീവെയിൻ ചെയ്തതിന് ശേഷം നന്നായിട്ട് കഴുകി എടുത്ത് വെച്ചിട്ടുള്ളതാണ്. ഇതിലോട്ട് ഞാൻ 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, 2 ടീസ്പൂൺ തൈരും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് എങ്കിലും ഇതുപോലെ മാരിനേറ്റ് ചെയ്യാനാക്കി വെക്കണം. ഒരു പ്രഷർ കുക്കറിലോട്ട് 1 ടീസ്പൂൺ കനോല ഓയിലോ സൺഫ്ലവർ ഓയിലോ ഒഴിച്ചു കൊടുക്കാം. ചൂടായ എണ്ണയിലോട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം മാരിനേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ചെമ്മീൻ കഷ്ണങ്ങൾ ഓരോന്നിട്ട് കൊടുക്കാം. ഇതിന് ഒരു സൈഡ് 4 മിനിറ്റ് പൊരിച്ചെടുക്കണം. പിന്നെ ഒരു സൈഡ് ചെയ്തതിന് ശേഷം തിരിച്ചിട്ടിട്ട് വീണ്ടും ഒരു 4 മിനിറ്റ് പൊരിച്ചെടുക്കണം. അതിനുശേഷം നമുക്കിതിനെ മാറ്റി വയ്ക്കാം. നമ്മൾ ഈ കുക്കർ ഉപയോഗിച്ചിട്ട് തന്നെയാണ് ബാക്കിയുള്ള സ്റ്റെപ്സ് ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ ഈ പൊരിച്ച ചെമ്മീൻ നമ്മൾ മറ്റൊരു പാത്രത്തിലോട്ട് മാറ്റുമ്പം കൂടുതൽ അരപ്പ് ഇതിൻ്റെ അകത്തുണ്ടെങ്കിൽ ആ അരപ്പും കൂടെ മാറ്റണം. അല്ലെങ്കിൽ നമ്മൾ സവോള എല്ലാം വഴറ്റുമ്പോൾ അതിങ്ങനെ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. 2 കപ്പ് ജീരകശാല അരിയാണിത്. ഇതിന് പകരം ഏതെങ്കിലും നല്ല ബ്രാൻഡ് ബസ്മതി റൈസ് വേണമെങ്കിലും ഇതിനായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ നന്നായിട്ട് അരി കഴുകിയതിന് ശേഷം കൃത്യം 20 മിനിറ്റ് നിർബന്ധമായിട്ടും വെള്ളത്തിൽ കുതിർക്കാൻ വെക്കണം. 20 മിനിറ്റിൽ കൂടുതൽ കൂടാനും പാടില്ല. അങ്ങനെ 20 മിനിറ്റ് കുതിർത്തതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒരു അരിപ്പയിലോട്ട് ഇട്ട് കൊടുത്ത് എക്സസ് വാട്ടറൊക്കെ പോകാൻ വേണ്ടി ഒരു 10 മിനിറ്റ് എങ്കിലും വെക്കണം. ഇതിലോട്ട് 1.5 ടീസ്പൂൺ ഓയിൽ വീണ്ടും ഒഴിച്ചു കൊടുക്കാം. ഒരു വലിയ ടീസ്പൂൺ നെയ്യും കൂടെ ഇട്ട് കൊടുക്കണം. 2 ചെറിയ വൈനയില, ഒരു ചെറിയ കഷ്ണം പട്ട, 3 ഏലക്ക, 3 ഗ്രാമ്പു, ഇത്രയും കാര്യങ്ങൾ ചേർത്ത് കൊടുക്കാം. 2 വലിയ സവോള, ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് മീഡിയം ഫ്ലെയിമിലിട്ട് വഴറ്റിയെടുക്കാം. ചെമ്മീൻ പൊരിച്ചത് ഇതേ കുക്കറിലായതുകൊണ്ട് തന്നെ സവോള വഴറ്റുന്ന സമയത്ത് നന്നായിട്ട് ഇതിലോട്ട് ചെമ്മീൻ്റെ ഫ്ലേവർ പിടിക്കും. അപ്പോൾ ബിരിയാണി ആക്കി കഴിയുമ്പോൾ ബിരിയാണിക്ക് കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും. 3-4 മിനിറ്റ് വഴറ്റിയതിന് ശേഷം എരിവ് അനുസരിച്ച് പച്ചമുളക് എരിഞ്ഞിട്ട് കൊടുക്കാം. ഞാനിവിടെ 4 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. ഇതിലോട്ട് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുത്ത് മീഡിയം ഫ്ലെയിമിൽ തന്നെ നന്നായിട്ട് വഴറ്റിയെടുക്കാം. നമ്മൾ ചേർത്തിട്ടുള്ള സവോളയൊക്കെ നന്നായിട്ട് വാടി കിട്ടണം. ഒരു ഗോൾഡൻ കളറായി വരുന്ന വരെ നമുക്ക് നന്നായിട്ട് ഇതിനെ വഴറ്റിയെടുക്കണം. അപ്പോഴായിരിക്കും നമ്മുടെ ബിരിയാണിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. സവോള വളരെ നന്നായിട്ട് വാടി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് 2 മീഡിയം സൈസ് ടൊമാറ്റോ കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് ഒരു കൈ നിറയെ മല്ലിയിലയും ഒരു കൈ നിറയെ പുതിനയിലയും ചെറുതാക്കി ചോപ്പ് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കാം. മല്ലിയിലയും പുതിനയിലയും ബിരിയാണിയിൽ ഇടുന്നത് മസ്റ്റാണ്. എന്നാലാണ് നമുക്ക് നല്ലൊരു ബിരിയാണി സ്മെല്ല് വരാൻ തുടങ്ങുക. അപ്പോൾ നമ്മളിതിനെ നന്നായിട്ട് മീഡിയം ഫ്ലെയിമിലിട്ട് വഴറ്റി ഈ ടൊമാറ്റോനെയും നല്ല സോഫ്റ്റാക്കി എടുക്കണം. ടൊമാറ്റോ നല്ല സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് പൊരിച്ചു വെച്ചിട്ടുള്ള ചെമ്മീനും കൂടെ ചേർത്ത് കൊടുക്കാം. 1 കപ്പ് അരിക്ക് 1.25 കപ്പ് വെള്ളമാണ് ഒഴിക്കേണ്ടത്. അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ 2 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ടോട്ടൽ 3.5 കപ്പ് വെള്ളമാണ് ഒഴിക്കേണ്ടത്. ഇതിപ്പോൾ നമ്മൾ നേരത്തെ ചെമ്മീൻ്റെ മസാല വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ബൗളിലോട്ട് വെള്ളം കുറച്ചിട്ട് ആ മസാലയും കൂടെ ഒന്ന് കലക്കിയെടുത്ത് ഒഴിക്കുകയോ ചെയ്തത്. ഇത് കറക്റ്റ് ഞാൻ 3.5 കപ്പ് വെള്ളം അളന്നെടുത്തതാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതിനെ ഒന്ന് തിളയ്ക്കാനാക്കി വെയിറ്റ് ചെയ്യാം. 1/2 കഷ്ണം ലെമണിൻ്റെ ജ്യൂസും കൂടെ ഒഴിച്ചു കൊടുക്കാം. 1 ടീസ്പൂൺ നെയ്യും കൂടെ ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം. ഈ സമയത്ത് ഉപ്പൊക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കുക. ഉപ്പ് കുറവ് തോന്നുവാണെങ്കിൽ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് തിളയ്ക്കുന്ന വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇത് ഹൈ ഫ്ലെയിമിൽ ജസ്റ്റ് ഒന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഒരു മീഡിയം ഹൈ ഫ്ലെയിമിലാക്കി വെച്ചിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള അരി ഇട്ട് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ഈ അരിയുടെ എല്ലാ ഭാഗത്തും ആ മസാലയൊക്കെ എത്തുന്ന രീതിയിൽ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരുപാട് സമയമൊന്നും ചെയ്യേണ്ട. എന്നിട്ട് നമുക്കിതിനെ പ്രഷർ കുക്കർ കവർ ചെയ്ത് മൂടി വെച്ച് വിസിലിട്ട് മീഡിയം ഹൈ ഫ്ലെയിമിൽ ഒരൊറ്റ വിസിലിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. ഒരേ ഒരു വിസിൽ മാത്രമാണ് അടിക്കാൻ പാടുള്ളൂ, അത് കൂടുതൽ പാടില്ല. അപ്പോൾ ഒരു വിസിൽ അടിച്ചതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക. എന്നിട്ട് ഇതിനെ അനക്കാണ്ട് ഒരു 30 മിനിറ്റ് അങ്ങനെ തന്നെ വെക്കുക. ഇതിനൊന്നും ചെയ്യരുത്. അങ്ങനെ ഒരൊറ്റ വിസിൽ വന്ന് 30 മിനിറ്റ് ഫ്ലെയിം ഓഫ് ചെയ്ത് മൂടി വെച്ചതിന് ശേഷം തുറന്നു നോക്കുമ്പോൾ ഇതാ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പ്രോൺസ് ബിരിയാണി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്, വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ ഒരു ഗസ്റ്റ് വരുവാണെങ്കിൽ നിങ്ങൾ അന്ന് ഉണ്ടാക്കി നോക്കാണ്ട് ആദ്യമായിട്ടാണ് ഉണ്ടാക്കണമെങ്കിൽ കുറച്ച് ദിവസം മുമ്പ് നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ ഓരോ അരിക്കും ചെറിയ രീതിയിൽ വെള്ളത്തിൻ്റെ അളവിന് വ്യത്യാസം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യുമ്പം ഏത് അരി യൂസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുള്ള അളവ് യൂസ് ചെയ്യുക. അതായത് 1 കപ്പ് അരിക്ക് 1.25 കപ്പ് വെള്ളം, ആ ഒരു കണക്ക് വെച്ചിട്ട് നിങ്ങൾ തയ്യാറാക്കി നോക്കുക. എന്നിട്ട് നിങ്ങൾ ചോറ് വേവിച്ച് നോക്കുമ്പോൾ അതെങ്ങാനും ചെറിയ രീതിയിൽ വ്യത്യാസം തോന്നുവാണെങ്കിൽ കുറച്ച് വെള്ളം കൂട്ടിയോ കുറച്ച് വെള്ളം കുറച്ചോ നിങ്ങൾ തയ്യാറാക്കി നോക്കുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റിയും ഈസി ആയിട്ടുള്ള ഒരു പ്രോൺസ് ബിരിയാണിയുടെ റെസിപ്പിയാണ്.
ഇനി ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കാണണമെങ്കിൽ, എൻ്റെ റെസിപ്പീസ് എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ താഴെയുള്ള റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്താൽ മാത്രമായിരിക്കും ഞാൻ എപ്പോൾ ഒരു പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഫ്രീ ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ശരി, നമുക്കിനി അടുത്ത റെസിപ്പി വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.